കോഴിക്കോട് കോർപ്പറേഷനിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചതിൽ പാകപ്പിഴ പറ്റിയെന്ന മുൻ DCC പ്രസിഡന്റ് KC അബു. PM നിയാസ് മത്സരിക്കേണ്ടിയിരുന്നത് ചാലപ്പുറത്തായിരുന്നു. ചാലപ്പുറത്ത് കോൺഗ്രസ് ജയിക്കുകയും നിയാസ് മേയറുമാകുമായിരുന്നു. സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതിൽ ഒന്നുകൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ കോർപ്പറേഷനിൽ മേയർ കോൺഗ്രസ് ആകുമായിരുന്നുവെന്നും KC അബു റിപ്പോർട്ടറിനോട് പറഞ്ഞു. പക്ഷേ ലോക്കൽ ബോഡി സെലക്ഷനിൽ കോഴിക്കോട് കോർപ്പറേഷൻ ഇത്തവണ UDF എല്ലാം കൊണ്ട് ജയിക്കേണ്ടതായിരുന്നു. അത് നമുക്ക് കഴിയാതെ പോയത് കുറച്ചുകൂടി ആ സ്ഥാനാർത്ഥികളെയൊക്കെ വെക്കുന്ന കാര്യത്തിൽ ഒന്നുകൂടി ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ നിശ്ചയമായും ഇത്തവണ കോഴിക്കോട്ട് കോൺഗ്രസിൻ്റെ മേയറായിരുന്നു ഉണ്ടാവുക. ചാലപ്പുറം ഡിവിഷനിൽ ഇപ്പം നിയാസ് തന്നെ മത്സരിച്ചിരുന്നെങ്കിൽ അയാൾ അവിടെയുള്ള പഴയ കൗൺസിലറാണ്. അവിടെ ഒരു കോൺഗ്രസ് റബലുണ്ടാകില്ല. ചാലപ്പുറത്ത് നിന്ന് അയാൾ അനായാസം ജയിക്കും. അവിടെ റബലില്ലാതെ വരുമ്പോൾ അതിനോട് ചേർന്ന് നിൽക്കുന്ന തോളുരുമി നിൽക്കുന്ന പുതിയറ പഞ്ചാമത്തെ ഓടിനാണ് ഇതൊക്കെ തോറ്റത്. അതുപോലെ പാളയം, ഈ 2 ഡിവിഷനും ജയിക്കും. അപ്പം 3 ഡിവിഷൻ നമ്മൾ ജയിക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ അവിടെ അതിനേക്കാൾ നല്ല ഡിവിഷൻ അദ്ദേഹത്തിന് ചാലപ്പുറമായിരുന്നു. വേണ്ടത്ര ആലോചന അതേക്കുറിച്ച് ഉണ്ടായോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇങ്ങനെ ആയിരുന്നുവെങ്കിൽ കോഴിക്കോട് കോർപ്പറേഷൻ നിർബന്ധമായും ജയിക്കുമായിരുന്നു. മിഥില ബാലനാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. മിഥില, ജയിക്കുമെന്ന് ഉറപ്പിച്ച ഒരു സ്ഥാനാർത്ഥിയായിരുന്നു PM നിയാസ്. അദ്ദേഹത്തിന്റെ തോൽവി വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയത്. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇത്രയും കാലം കഴിഞ്ഞ് KC അബു ഇത്തരം ഒരു അഭിപ്രായം പറയുന്നത് കൊണ്ട് എന്ത് പ്രയോജനം എന്നാണ് നമുക്ക് ഇപ്പോൾ തോന്നുന്നത്. പക്ഷേ പുതിയ ചർച്ചകൾക്ക് വഴിവെക്കും ഈ മുൻ DCC പ്രസിഡന്റിന്റെ അഭിപ്രായ പ്രകടനം എന്തായാലും, അല്ലേ? തീർച്ചയായും വിനിത, പാറോപ്പൊടി ഡിവിഷനിൽ PM നിയാസിന്റെ തോൽവി വലിയ രീതിയിൽ ചർച്ചയായതാണ്. മാത്രമല്ല KC അബുവിന്റെ മകൾ ഈ ഒരു സംഭവത്തിൽ അന്വേഷണ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ചില വിമർശനങ്ങളെല്ലാം തന്നെ ഫേസ്ബുക്ക് പേജിലൂടെ ഉന്നയിച്ചിരുന്നു. അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു നമ്മൾ KC അബുവിനെ കണ്ടത്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്നത് ഈ പാറോപ്പൊടിയിലായിരുന്നില്ല PM നിയാസ് മത്സരിക്കേണ്ടത്. PM നിയാസ് മത്സരിക്കേണ്ടിയിരുന്നത് ചാലപ്പുറം ഡിവിഷനിലായിരുന്നു. ചാലപ്പുറം ഡിവിഷനിലെ മുൻ കൗൺസിലർ കൂടിയായിരുന്നു PM നിയാസ്. അതുകൊണ്ട് തന്നെ അനായാസമായ ഒരു ജയം അവിടെ ഉണ്ടാകുമായിരുന്നു. ചാലപ്പുറം എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിമത സ്ഥാനാർത്ഥി വന്ന ഒരു സ്ഥലം കൂടിയാണ്. PM നിയാസാണ് മത്സരിച്ചിരുന്നെങ്കിൽ അവിടെ ഒരു വിമത സ്ഥാനാർത്ഥി ഉണ്ടാകുമായിരുന്നില്ല. ഇത്തരത്തിൽ നോക്കുകയാണെങ്കിൽ കോഴിക്കോട് കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി ശ്രദ്ധ നേതൃത്വം കാണിക്കണമായിരുന്നു എന്ന ഒരു വിമർശനമാണ് KC അബു മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു കൃത്യമായ ഒരു സ്ഥാനാർത്ഥി നിർണ്ണയം നടന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ കോഴിക്കോട് കോർപ്പറേഷൻ ഇത്തവണ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ UDFന്റെ കൈവശം ഉണ്ടാവുകയായിരുന്നു. PM നിയാസ് മേയർ കസേരയിൽ ഇരിക്കുമായിരുന്നു എന്നും അദ്ദേഹം പറയുന്നു. വിനീത, ശരി. ഏതായാലും KC അബുവിന്റെ പ്രതികരണം പുതിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തുമോ എന്നാണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്. മിഥില ബാലനാണ് വിശദാംശങ്ങൾ നൽകി.